പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആശംസകൾ പങ്കുവയ്ക്കാൻ ക്രൈസ്തവ ഭവനങ്ങളിലും അരമനകളിലും എത്തുന്ന ബിജെപിയുടെ സ്നേഹയാത്രയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി ആശംസകൾ അറിയിച്ചാണ് സ്നേഹയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഡിസംബർ 31 വരെയാണ് സ്നേഹയാത്ര. കഴിഞ്ഞ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ബിജെപി നടത്തിയ സ്നേഹയാത്രയ്ക്ക് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത കൂടി ഉൾക്കൊണ്ടാണ് കൂടുതൽ വിപുലമായി ഇക്കുറി സ്നേഹയാത്ര സംഘടിപ്പിക്കാൻ ബിജെപി നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആശംസയും ക്രിസ്മസ് കേക്കുമായാണ് ബിജെപി പ്രവർത്തകരും നേതാക്കളും ക്രിസ്തീയ ഭവനങ്ങളിലേക്കും അരമനകളിലേക്കും എത്തുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി ആശംസയറിയിച്ചാണ് സ്നേഹയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. സ്നേഹയാത്രയിൽ രാഷ്ട്രീയമില്ലെന്നും പരസ്പര സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനാണ് ഈ സന്ദർശനമെന്നും ആലഞ്ചേരി പിതാവ് യാത്രയ്ക്ക് എല്ലാ ആശംസകളും നൽകിയതായും സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ എല്ലാ വീടുകളിലും പോകുന്നത്. സാമൂഹ്യ സമരസത, പരസ്പര ഐക്യം, സൗഹാർദ്ദം ഇതെല്ലാം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള വലിയ സന്ദേശമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവിധ ആശംസകളും പിതാവ് നേരുകയുണ്ടായി. ഈ ഒരു സ്നേഹയാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നില്ല. അത് ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ വേണ്ടിയുള്ളതല്ല. മണിപ്പൂർ കലാപത്തിന്റെ പേരിൽ നടത്തിയ കുപ്രചരണങ്ങൾ കൊണ്ട് ക്രൈസ്തവ സമുദായത്തെ ബിജെപിയിൽ നിന്ന് അകറ്റാനായിട്ടില്ലെന്ന് മിസോറാം തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതായും കോൺഗ്രസിനേക്കാൾ വിശ്വാസ്യത ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ബിജെപിക്കുണ്ടെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സതീശനെ പോലെ ഇത്രയും വലിയൊരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവ് എല്ലാ സമുദായങ്ങളുടെയും അടുത്ത് പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണ നിറങ്ങില്ല എന്ന് ഗിർവാണം അടിക്കുന്ന വി.ഡി. സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഏത് സമുദായം വിശ്വസിക്കാനാണ്? ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് സതീശനുള്ളതിനേക്കാളും കോൺഗ്രസിനുള്ളതിനേക്കാളും വിശ്വാസ്യതയും പിന്തുണയും ബിജെപിക്ക് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട്. വരും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കേരളത്തിന് ചുമതലയുള്ള ബിജെപി ദേശീയ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ, കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സ്നേഹയാത്രയിൽ പങ്കാളികളാകും. ഇന്നു മുതൽ ഡിസംബർ 31 വരെയാണ് സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നത്. ജനം, കൊച്ചി.